ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കും. എതിർപ്പുകളും എതിർക്കുന്നതായ ചിന്താഗതികളും എതിർക്കുന്നതായ മനോഭാവങ്ങളും സുവിശേഷത്തിനെതിരായിട്ട് എല്ലാ കാലത്തും പൊന്തി ഉയർന്നിട്ടുണ്ട്. അതിനിയും ഉണ്ടാകാം. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വരുമ്പോൾ നാം അല്പം പോലും ഭയപ്പെടേണ്ട. ഏത് ദിശയിൽ നിന്ന് ഈ പ്രതികൂലത്തിൻ്റെ കാറ്റ് വന്നാലും അതൊരുപക്ഷേ സഭയുടെ കേന്ദ്രങ്ങളിൽ നിന്നായി ഇന്ന് വരാം, വിവിധ സഭകളിൽ നിന്നായി ഇന്ന് വരാം, വിവിധ ദേശത്തുള്ള ആളുകളിൽ നിന്നായി ഇന്ന് വരാം, പല വ്യക്തികളിൽ നിന്നായി വരാം. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വരുമ്പോൾ നമ്മുടെ പടക് ആടി ഉലയും, സംശയമില്ല. ജീവിത പടക് ആടി ഉലയും. ഈ വള്ളം പെരുവെള്ളത്തിൽ കൂടി അങ്ങനെ ഒഴുകി അക്കരയ്ക്ക് നീങ്ങുകയാണ്. അക്കരയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വള്ളത്തിൽ പ്രതികൂലക്കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായും തീർച്ചയായും വെപ്രാളുണ്ടാകും, ഭയപ്പാടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ആ ആതികൂല്യങ്ങളെ അതിജീവിക്കുവാനുള്ളതായ കഴിവില്ലാതെ നാം ക്ഷീണിതരായിപ്പോയി എന്ന് വരാം. എന്നാൽ പ്രതികൂലത്തിന് കാറ്റടിക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. മെശിയ തമ്പുരാൻ ഈ ബോട്ടിലുണ്ടെങ്കിൽ, ഈ പടകിൽ യേശു ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ടി വരികയില്ല. പടകിൽ യേശു ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവുള്ള ജീവിതമാണ് പ്രാതികൂല്യങ്ങളെ അഭിമുഖീകരിക്കുവാനും എല്ലാ എതിർപ്പുകളെയും അപ്പുറം കടന്ന് നമുക്ക് അതിജീവിച്ച് മുന്നേറുവാനും കഴിവ് തരുന്നത്. കർത്താവിൻ്റെ സാമീപ്യം, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, നാം അതാണ് ആഗ്രഹിക്കേണ്ടത്. എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വേണം. യേശു എൻ്റെ കൂടെ വേണം. യേശു എൻ്റെ കൂടെ സഞ്ചരിക്കണം. യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. യേശു എൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കണം. യേശു എന്നെ ഭരിക്കണം. യേശുവിന് ചൊൽപ്പടിക്ക് എനിക്ക് നടക്കണം എന്നുള്ള ഒരു തീരുമാനവും സമർപ്പണവും നമുക്കുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. എഫേസോസ് സഭയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യം അതായിരുന്നു. ആ സഭയ്ക്ക് യേശുവിനെ കിട്ടിയിരുന്നു. എഫേസോസ് സഭ ആസിയയിലെ 7 സഭകളിൽ മുന്തിയ സഭയാണ്. അന്ന് ധാരാളം ആളുകൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് എഫേസോസ്. അനേകം പേര് വിശ്വാസത്തിലേക്ക് വന്നു. സെൻറ്റ് പോൾ, അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ആ പ്രദേശത്തൂടെ സഞ്ചരിച്ചപ്പോൾ എഫേസോസിൽ തന്നെ അനേകം ആളുകൾ സുവിശേഷത്തിൽ വിശ്വസിക്കാനിടയായി. സുവിശേഷത്തിൽ വിശ്വസിക്കാനിടയാകുന്നൊരു മഹാഭാഗ്യമാണ്. എത്രയോ പേര് വചനം കേൾക്കുന്നുണ്ട്. വചനം കേൾക്കുന്നവർ വിശ്വാസികളായി തീരണമെന്നില്ല. വചനം കേൾക്കും, ഒരു ചടങ്ങ് പോലെ വചന ശുശ്രൂഷയ്ക്ക് വരും. അതിനപ്പുറത്ത് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതായി തീരുമാനത്തോടെ പോകുന്ന അപൂർവം പേര് ഭാഗ്യശാലികളായിരിക്കും. ഇവിടെ പ്രാതികൂല്യങ്ങളുണ്ട്, സംശയമില്ല. ഇവിടെ എതിർപ്പുകളും പോരാട്ടങ്ങളുമുണ്ട്, അതും സംശയമില്ല. പക്ഷേ യേശുക്രിസ്തു ഈ പടകിലുണ്ടെങ്കിൽ നാം സുരക്ഷിതരായിരിക്കും. യേശുക്രിസ്തു ജീവിത പടകിലുണ്ടായിരിക്കണം. ജീവിതത്തിൽ യേശു ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങൾ ചുഴിഞ്ഞു നോക്കിയാൽ, നിങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും യേശു അവിടെ ഉണ്ടോ എന്ന്. ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? ക്രിസ്തു എൻ്റെ പടകിലുണ്ടായിരുന്നോ? ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നോ? ഞാൻ ഓരോരുത്തരോട് സംസാരിക്കുകയോ ഓരോരുത്തരോട് പെരുമാറുകയോ ഇടപെടുകയോ ചെയ്യുമ്പോഴെല്ലാം ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നോ? എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്നു, ചിലപ്പോൾ കോപം വന്നു, ചിലപ്പോൾ ഇഷ്ടക്കുറവ് വന്നു, ചിലപ്പോൾ മുഷിച്ചിൽ വന്നു, ചിലപ്പോൾ നീരസം വന്നു, ചിലപ്പോൾ വാശിയും വൈരാഗ്യവും വഴക്കും പിണക്കും എല്ലാം വന്നു. അപ്പോഴെല്ലാം യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നോ? ഇല്ല, യേശു ഹൃദയത്തിലുണ്ടായിരുന്നില്ല. യേശു കർത്താവ് വേദനയോടെ നിൽക്കുകയായിരുന്നു, അതിവേദനയോടെ നിൽക്കുകയായിരുന്നു. കർത്താവ് തൻ്റെ കൃപയാൽ സൗജന്യമായി രക്ഷ തന്ന് നമ്മെ തൻ്റെ മനോഹരമായ മുന്തിരിത്തോപ്പിലാക്കി. കർത്താവിൻ്റെ കൃപ തന്നമ്മേ തൻ്റെ പ്രിയപ്പെട്ട തോട്ടത്തിലാക്കി. മാത്രമല്ല, കർത്താവ് കൃപ തന്നതിൻ്റെ ഈ ബോട്ടിൽ നമ്മെ ഓരോരുത്തരെയും ആക്കി. പക്ഷേ നിർഭാഗ്യവശാൽ നാം കർത്താവിനെ വിട്ട് ഓടിപ്പോയത്, പല പല പാവങ്ങൾ വന്നപ്പോൾ അതിന് വശീകരിക്കപ്പെട്ടു പോയത്, അതിൽ വീണുപോയത് നമുക്ക് ഓർക്കുമ്പോൾ മനസ്സിലാകും, അയ്യോ, ഞാൻ യേശുവിനെ ദുഃഖിപ്പിച്ചു പോയല്ലോ എന്ന്. എന്നെ സഹായിക്കാനും എന്നെ താങ്ങുവാനും പ്രാതികൂല്യത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ളതായി കൃപ തരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വേദനിപ്പിച്ചു പോയല്ലോ എന്ന് അപ്പോൾ നാം മനസ്സിലാക്കുകയും നാം അനുഭവിക്കുകയും ചെയ്യും. ക്രിസ്തു ജീവിതപ്പടകിലുണ്ടായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എഫേസോസ് സഭയ്ക്ക് കിട്ടിയ മഹാഭാഗ്യം ക്രിസ്തുവിന് ലഭിച്ചു എന്നുള്ളതാണ്. എഫേസോസ് സഭയിലുള്ള ആളുകൾ അന്ധവിശ്വാസികളായിരുന്നു. ഒരു കാലത്ത് പ്രാകൃതമായ മതങ്ങളെയും പ്രാകൃതമായ ആരാധനാ രീതികളെയും അവലംബിച്ചു പോകുന്നവരായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനോടെ ചെന്നപ്പോൾ, എഫേസോസിൽ ക്രിസ്തുവിൻ്റെ വചനം മുഴങ്ങിയപ്പോൾ അവിടെയുള്ളവർ വിശ്വാസികളായി തീർന്നു. അന്ന് എന്തൊരു ലഹരിയായിരുന്നു ആത്മീയമായി, എന്തൊരാത്മീയമായ ആനന്ദമായിരുന്നു, ആഹ്ലാദമായിരുന്നു. അന്ന് സ്തുതിയുടെ ഘോഷം മുഴങ്ങിയിരുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ സ്തുതി.
നിങ്ങൾക്കും പലർക്കും ഇത് അനുഭവമായിരിക്കും. ആത്മാവിൽ ദൈവത്തിന് വചനം കേട്ട് ജീവിതം കർത്താൻ സമർപ്പിച്ചപ്പോൾ ലഭിച്ച വലിയൊരു ആത്മീയ അനുഭൂതി, ആനന്ദങ്ങൾ, ജീവിതത്തിൽ നിറഞ്ഞതായ സന്തോഷ അവസരങ്ങൾ, ഒരു ഭാരമൊന്നും അലട്ടാതിരുന്നതായ കാലങ്ങൾ, കടമുണ്ട്, രോഗമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കുടുംബത്തിൽ ചില പ്രതിസന്ധികളുണ്ട്, എങ്കിൽ പോലും അതൊന്നും നമ്മെ തൊടാതിരുന്നതായ കാലങ്ങൾ. അതിൻ്റെ ഇടയിലെല്ലാം എൻ്റെ കർത്താവേ നീ എന്നോടുണ്ടല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് മതിമറന്ന് സ്തുതിച്ചതായ കാലങ്ങൾ, സന്തോഷത്തിൻ്റെ കാലങ്ങൾ. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? എഫേസസ് സഭയ്ക്ക് അത് തന്നെയാണ് പറ്റിയത്. ഏതാനും കാലങ്ങൾ കഴിഞ്ഞു, ഒരു 50 വർഷം തികഞ്ഞില്ല, അതിനു മുൻപ് തന്നെ എഫേസസ് സഭ ക്ഷീണിതമായി തീർന്നു. ആദ്യത്തെ ലഹരി വിട്ടുപോയി, ആദ്യത്തെ സ്നേഹം വിട്ടുപോയി, ആദ്യത്തെ മാധുര്യം വിട്ടുപോയി, ആദ്യം ഉണ്ടായിരുന്നതായ ക്രമ നഷ്ടപ്പെട്ടു പോയി, ആദ്യം ഉണ്ടായിരുന്നതായ ആത്മാവ്, പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി. സങ്കടകരമായി പോയി, വളരെ വേദനാകരമായി പോയി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ പറയുമ്പോൾ ഈ എഫേസസ് സഭയെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വായിക്കാം. എഫേസസ് സഭയെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. 1-ാം വാക്യം മുതൽ. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് അവരുടെ ചില മേന്മകളെടുത്ത് പറയുകയാണ്. എന്തൊരു വിശ്വാസ തീക്ഷ്ണതയായിരുന്നു നിങ്ങൾക്ക്, എന്തൊരു സ്ഥൈര്യമായിരുന്നു നിങ്ങൾക്ക്, എന്തൊരു കെട്ടുറപ്പായിരുന്നു നിങ്ങൾക്ക്. ആദ്യ സ്നേഹത്തിൻ്റെ ആ സന്തോഷത്തിൽ മതിമയങ്ങി ദൈവത്തെ സ്തുതിച്ചതായ കാലങ്ങൾ. നിങ്ങൾക്ക് അന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ? ഉണ്ട്. എങ്കിലും എല്ലാം മറന്ന ദൈവത്തെ നിങ്ങൾ സ്തുതിച്ചു. ഒരു വലിയ ആന്തരികമായ ആത്മീയമായ സ്വർഗീയമായ അനുഭൂതി നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഒഴിയൊഴുകി നടന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പക്ഷേ കഷ്ടം, നിങ്ങളെക്കുറിച്ച് പലതും നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്ന് ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വേണ്ടിയിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ടതിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഈ വാക്യങ്ങൾ നാം തുടരെ കേൾക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഒരു ചെടുപ്പ് തോന്നിയേക്കാം, ഒരു മടുപ്പ് തോന്നിയേക്കാം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഈർഷ്യോ മറ്റോ തോന്നുമോ എന്ന് എനിക്ക് സംശയം, ഭയം. ആദ്യ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പിന്നെയും ഇങ്ങനെ പറയുന്നല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്നും അനേകം പേര് എല്ലാ വചനവും കേട്ടിട്ടും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളതായി ചിന്ത പോലും വരാത്തവരായിട്ട് അനേകരുണ്ട്. ആദ്യ സ്നേഹത്തിൻ്റെ മധുരിമയിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹം വരാത്ത അനേകർ ഈ കൂട്ടത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം കണ്ടെത്താതിരിക്കുന്ന അനേകർ കൂട്ടത്തിലുണ്ട്. ആദ്യകാലത്തുണ്ടായിരുന്ന ലഹരിയുടെ അനുഭവം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ആ മഹാഭാഗ്യം ലഭിക്കാത്ത അനേകരുടെ കൂട്ടത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേക നന്മകൾ ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടെന്നാണ് പറയുന്നത്. അനേക നന്മകൾ. ഒന്ന്, ഇറ്റ് വാസ് എ സെർവിങ് ചർച്ച്. ഈ എഫേസോസിലെ സഭ ഒരു സേവന പാരമ്പര്യമുള്ള സഭയായിരുന്നു. ആരെയും സഹായിക്കാൻ മനസ്സുള്ള സഭയായിരുന്നു. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ മനസ്സുള്ളൊരു സഭയായിരുന്നു. കരയുന്നവരുടെ കരയുന്നൊരു സഭയായിരുന്നു. കഷ്ടപ്പെടുന്നവരുടെ കൂടെ കഷ്ടപ്പെടുവാൻ മനസ്സുള്ളൊരു സഭയായിരുന്നു. എ സെർവിങ് ചർച്ച്. രണ്ടാമത്തേത് ഒരു സാക്രിഫൈസിങ് ചർച്ചായിരുന്നു. ഒരു ത്യാഗം സഹിക്കുന്ന സഭയായിരുന്നു. ത്യാഗം സഹിക്കുന്നു. പലതും വേണ്ട എന്ന് വെച്ചു, അതും തിരികെ എടുത്തില്ല. പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചു, ത്യാഗം സഹിച്ചു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എൻ്റെ യേശുവിനുള്ളതായ ബന്ധത്തിൽ നിലനിൽക്കാൻ വേണ്ടി. യേശു ക്രിസ്തുവിനുള്ളതായ ബന്ധത്തിൽ നിലനിൽക്കാൻ സാക്രിഫൈസ് ചെയ്യേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പലതും ത്യജിക്കേണ്ടി വരും. ഇറ്റ് വാസ് എ സാക്രിഫൈസിങ് ചർച്ച്. മൂന്നാമതായി ഇറ്റ് വാസ് എ സ്റ്റെഡ് ഫാസ്റ്റ് ചർച്ച്. അത് നല്ല സ്ഥിരതയുള്ള സഭയായിരുന്നു. ഒന്ന് മുന്നോട്ട് ഓടിയിട്ട് നിന്ന് പിന്നെ കതച്ച് വീണ് കിടക്കുകയല്ല, സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സഭയായിരുന്നു. സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരല്പം പോലും ചാഞ്ചല്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാലാമത്തെ കാര്യം, ഇറ്റ് വാസ് എ സെപ്പറേറ്റഡ് ചർച്ച്. ഇത് മറ്റുള്ളവരിൽ നിന്ന് വേർപാട് പാലിക്കുന്നൊരു സഭയായിരുന്നു. അശുദ്ധിയിൽ നിന്ന് വേർപാട് പാലിക്കുന്നൊരു സഭ. അശുദ്ധി തീണ്ടാത്തതായ ഒരു സ്വഭാവം വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു സഭ. സഭ എന്ന് പറയുന്നത് ആ സഭയുടെ ഓരോ അംഗങ്ങളുടെയും കാര്യമാണ് ഈ പറയുന്നത്. അശുദ്ധി വരുന്നത് സഹിക്കാൻ വയ്യാതെ അതിൽ നിന്ന് ഓടിമാറുന്ന ഒരു മനോഭാവം. ദൈവത്തിന് സ്തോത്രം. തിന്മയുണ്ട് എന്ന് കാണുമ്പോൾ ആ കൂട്ടുകെട്ടിൽ നിന്ന് ഓടി മാറുന്ന ഒരു സ്വഭാവം. അശുദ്ധിയിലേക്കാണ് ഞാൻ നീങ്ങുന്നതെന്ന് മനസ്സിലാകുമ്പോൾ അവിടെ പോകാതെ തന്നെ സൂക്ഷിക്കുന്നൊരു സ്വഭാവം. അശുദ്ധമായൊരു വാക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ, ഞാൻ എൻ്റെ വാക്ക്, എൻ്റെ നാവ് യേശുവിന് കൊടുത്തുപോയി, എനിക്കത് മിണ്ടിക്കൂടാ എന്ന് ചിന്തിക്കുന്നൊരു തീരുമാനമുള്ളൊരു സഭ. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്പം തീക്ഷ്ണത വന്ന് ഒരുപക്ഷെ കോപം വരുന്നു,
പക്ഷേ അയ്യോ, ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തതിൽ എനിക്ക് കോപിക്കാൻ പറ്റുകയില്ല, ഞാൻ യേശുവിൻ്റെ വകയല്ലേ എന്ന് ചിന്തിച്ച് ആ കോപത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എങ്ങനെയായിരുന്നില്ലേ? ഒരു കാലത്ത് എങ്ങനെയായിരുന്നില്ലേ? കോപാക്രാന്തരായി അലറുകയും ഗർജിക്കുകയും ചെയ്യുന്ന ആളുകൾ കുഞ്ഞാട് പോലെ ശാന്തരായി തീരുന്നതും കണ്ടിട്ടില്ലേ? സ്വാഭാവികമായി ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആ സഭയെക്കുറിച്ച് പലതും പറയാനുണ്ട്. ഇറ്റ് വാസ് എ സെപ്പറേറ്റഡ് ചർച്ച്. അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സഭ, വേർപാടുള്ളൊരു സഭ. വീണ്ടും ഇറ്റ് വാസ് എ സഫറിങ് ചർച്ച്. അത് ഒരു സഹിക്കുന്ന സഭയായിരുന്നു. കഷ്ടപ്പാടുകൾ സഹിച്ചു, നിന്ദകൾ സഹിച്ചു, അവമാനം സഹിച്ചു, മറ്റുള്ളവരുടെ ആക്ഷേപം സഹിച്ചു, മറ്റുള്ളവരുടെ അവഹേളനം സഹിച്ചു, നിന്ദകൾ സഹിക്കുന്ന ഒരു സഭ. സഫറിങ് ചർച്ച്, കഷ്ടപ്പെടുന്നൊരു സഭ. ഇന്നത്തെ കാര്യം അത് മൊത്തത്തിൽ പറയാവുന്ന, എല്ലാവരെക്കുറിച്ച് പറയാവുന്നൊരു കാര്യമാണ്. ഇറ്റ് വാസ് എ കെയർലെസ് ചർച്ച്. കെയർലെസ് ആയിരുന്നു, കെയർലെസ്. ഇറ്റ് വാസ് എ കെയർലെസ് ചർച്ച്. നാം പല തീരുമാനങ്ങളെടുത്തു. ഇനി വേദപുസ്തകം കൃത്യമായി വായിക്കുവാൻ തീരുമാനിച്ചു, കെയർലെസ് ആയിപ്പോയി, വായിച്ചില്ല. നാം ചില തീരുമാനങ്ങളെടുത്തു. ഇനി മനസ്സറിഞ്ഞ് എൻ്റെ നോട്ടത്തിൽ തെറ്റ് പറ്റുകയില്ലെന്ന് തീരുമാനിച്ചു. പിന്നെയും അശുദ്ധ ചിത്രങ്ങൾ കണ്ടു, കെയർലെസ്നെസ്. അശുദ്ധ ചിത്രങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നോക്കി നിന്ന് കണ്ടു, അത് മ്ലേച്ഛമായ ചിത്രമാണെന്ന് മനസ്സിലായി ഉടനെ അവിടെ നിന്ന് ഓടി മാറി. അതാണ് കെയർഫുള്ളായി നിൽക്കുക എന്ന് പറയുന്നത്, ശ്രദ്ധയോടെ നിൽക്കുക. ഇറ്റ് വാസ് എ കെയർലെസ് ചർച്ച്. കെയർലെസ് ആയിരുന്നു, ശ്രദ്ധയില്ലായിരുന്നു. എവിടെ തിന്മ വരുന്നുണ്ടായെന്ന് നോക്കി തിന്മയെ വിട്ടു മാറുന്ന സ്വഭാവം സഭയ്ക്കുണ്ടായിരുന്നു. സഭയെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കുണ്ടായിരുന്നു. ആ സഭയുടെ ദൈവമക്കൾക്ക് അത്ര തീക്ഷ്ണതയുണ്ടായിരുന്നു, അത്ര എരിവേറിയ നിർബന്ധം അവർക്കുണ്ടായിരുന്നു, ഒരു തിന്മയും തുടരുത് എന്ന്. ഇറ്റ് വാസ് എ കെയർഫുൾ ചർച്ച് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറ്റ് വാസ് എ കെയർലെസ് ചർച്ച്. അതൊരു കെയർലെസ് ചർച്ചായി, അത് സൂക്ഷ്മതയില്ലാത്ത സഭയായി. ആദ്യ സ്നേഹം ഉണ്ടായിരുന്ന കാലങ്ങളിൽ കെയർഫുള്ളായിരുന്നു. ആദ്യ സ്നേഹം ജ്വലിച്ചിരുന്ന സമയങ്ങളിൽ വളരെ സൂക്ഷ്മതയുള്ള സഭയായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു സെക്കൻഡ് ഓർത്ത് നോക്കൂ, ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ഓരോ ചുവടും വെച്ചതായ സമയങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു വാക്കിൽ പോലും തെറ്റരുതെന്ന് നിർബന്ധമായി ഹൃദയത്തിൽ തീരുമാനിച്ചുകൊണ്ട് വളരെ വളരെ സൂക്ഷ്മതയോടെ നീങ്ങിയത് ഓർമ്മയില്ലേ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു ചലനത്തിൽ പോലും ഒരു അബദ്ധം പറ്റരുത്, ഞാൻ മൂലം ആർക്കൊരു വേദന വരരുത്, ഞാൻ മൂലം ആർക്കൊരു നഷ്ടം വരരുത്, ഞാൻ മറ്റുള്ളവർക്ക് സഹായിയും മറ്റുള്ളവർക്ക് തുണയുമായി നിൽക്കണമെന്നെല്ലാം ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. എത്രയോ പേരുടെ കണ്ണുനീര് നാം തുടച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ വേദനയിൽ നാം പങ്കാളികളായി വേദനിച്ചിട്ടുണ്ട്, എത്രയോ പേരെ നാം പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ നമ്മുടെ ഹൃദയം കട്ടിയായിപ്പോയി, ഹൃദയം കഠിനപ്പെട്ടു പോയി, ഹൃദയം കല്ലിച്ചു പോയി. കല്ലിച്ച ഹൃദയം, സ്റ്റോൺ ഹാർട്ടഡ്നെസ്, മനസ്സ് കല്ലിച്ചു പോയി, ഹൃദയം കല്ലിച്ചു പോയി. അല്ലേ? എങ്ങനെയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇന്ന് എന്ത് കേട്ടാലും, എത്ര ദയനീയമായ കാര്യങ്ങൾ കേട്ടാൽ പോലും, സഹതാപാർഹമായ കാര്യങ്ങൾ കേട്ടാൽ പോലും ഇന്ന് ഹൃദയത്തിൽ യേശുന്നില്ല. അതവൻ്റെ കാര്യം, എനിക്ക് സുഖമായി ജീവിക്കണമെന്നേ നമുക്ക് ചിന്തയുള്ളൂ. സ്വാർത്ഥത പറ്റിയ ഒരു കാലഘട്ടം. നമുക്ക് പലരുടെയും അനുഭവം അങ്ങനെയാണ്. സ്വാർത്ഥത, സ്വന്തം കാര്യം, അത് കഴിഞ്ഞ് മറ്റൊരു കാര്യമില്ല. അവരുടെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധയൊന്നുമില്ല. അവരും ജീവിക്കട്ടെ എന്നുള്ളതായി ആഗ്രഹം നമുക്ക് വരുന്നില്ല, അവരും സമാധാനമായി കഴിയട്ടെ എന്നുള്ള ആഗ്രഹം നമുക്കില്ല. എന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ളതായി ആഗ്രഹം നമുക്കില്ല. അല്ലേ? അങ്ങനെയല്ലേ? ശരിയല്ലേ? ഓർത്ത് നോക്കൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ഒരു കുറ്റം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മാനസാന്തരപ്പെടുക, നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഏതിൽ നിന്നാണ് വീണ്ടിരിക്കുന്നതെന്ന് നീ ഓർക്കുക. നീ റിമെമ്പർ, നീ ഓർക്കണം. നീ മാനസാന്തരപ്പെടണം, നീ റിപ്പൻറ്റ് ചെയ്യണം. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, നീ റിപ്പീറ്റ് ചെയ്യണം. ആദ്യത്തെ പ്രവൃത്തി നീ വീണ്ടും പ്രവർത്തിക്കണം. റിമെമ്പർ, റിപ്പൻറ്റ് ആൻഡ് റിപ്പീറ്റ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ചെയ്യേണ്ടത്. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്നാൽ നിങ്ങൾക്കിത് പിന്നെയും ഓർത്തുകൊണ്ടിരിക്കാം. റിമെമ്പർ ചെയ്യണം. കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു ഓർത്തു നോക്കണം. എത്ര സൗഭാഗ്യമുള്ള കാലങ്ങൾ. വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് പാട്ട് പാടുമ്പോൾ തന്നെ തീ ഇളകിക്കഴിഞ്ഞിരിക്കുന്നു. പാട്ട് പാടുമ്പോൾ തന്നെ ജനങ്ങളിലേക്ക് പാട്ടിൽ കൂടി സ്വർഗത്തിന് തീ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലേ? അങ്ങനെ കാലം ഉണ്ടായിരുന്നില്ലേ? ഹൃദയത്തിൽ തീ കത്തിക്കൊണ്ട് നിങ്ങൾ പാട്ടുപാടിയ സമയം ഉണ്ടായിരുന്നില്ലേ? ഉള്ളം അലിഞ്ഞുകൊണ്ട് പാട്ടുപാടിയ സമയം ഉണ്ടായിരുന്നില്ലേ? ഹൃദയം ഏകാഗ്രമായിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച സമയങ്ങളുണ്ടായിരുന്നില്ലേ? വചനശുശ്രൂഷയ്ക്ക് വരുമ്പോൾ തന്നെ അങ്ങ് യോഗത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല, അപ്പുറത്ത് വചനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മുതലേ നിങ്ങളുടെ ശരീരം കോരിത്തെരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ശരീരം കോരിത്തെരിക്കുന്നു, ആകെ രോമാഞ്ചമണിയുന്നു. ആത്മാവിൻ്റെ തീജ്വാല നിമ്മിൽ കൂടി പടർന്നു കയറുന്ന ദൈവത്തെ അതിമധുരമായി സ്തുതിച്ചതായ സമയങ്ങൾ.
ആഘോഷത്തോടെ ആരവാരത്തോടെ നാം സ്തുതിച്ച സമയങ്ങൾ, സ്തുതി ആക്ഷേപിക്കുന്നവർ പോലും അത്ഭുതപ്പെടുമാർ സ്തുതിച്ച സമയങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു നാം അട്ടഹസിച്ച് പറയണമെന്ന്. മദ്ബഹായിൽ നിന്നുള്ള ഒടുവിലത്തെ കൽപ്പന ഏതാണ്? നാം അട്ടഹസിച്ച് പറയണം. എന്താണ് പറയേണ്ടത്? അട്ടഹസിച്ച് പറയേണ്ടത് എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടനും സ്തുതിക്കപ്പെട്ടനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ തലമുറ വരെയും തനിക്ക് സ്തുതി, ഹാലേലുയ്യ. അതാണ് അട്ടഹസിച്ച് പറയേണ്ടത്. പക്ഷേ അട്ടഹസിച്ച് പറയുന്നതായ ഒരു സൗഭാഗ്യകാലം ഉണ്ടായിരുന്നു എന്നതില്ല. ഇന്ന് സ്തുതിയില്ല. നാവിലെപ്പോഴും സ്തുതി ഉണ്ടായിരുന്നു. നാം എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ സ്തുതി ഉണ്ടായിരുന്നു. നാം ഒരുപക്ഷെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ സ്തുതി ഉണ്ടായിരുന്നു. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവർ കമ്പ്യൂട്ടറിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ സ്തുതിയാണ്. ഒന്നും തെറ്റുന്നില്ല, എല്ലാം ശരിയായിട്ട് പോകുന്നു. അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും ഉള്ളിൽ സ്തുതി. എന്തുകൊണ്ട്? കർത്താവിൻ്റെ തീ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു, ജ്വാല കത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഓർത്ത് നോക്കൂ, ഏതായിരുന്നു എൻ്റെ പഴയ കാലം? റിമെമ്പർ, പഴയ കാലം, അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കെങ്ങനെ അനുഗ്രഹത്തിൻ്റെ കാലം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളും ചിന്തിക്കൂ. ഒരു വലിയ നിറവിൻ്റെ കാലം കിട്ടിയിട്ടുണ്ടോ? ആത്മാവിൻ്റെ സ്വർഗീയമായ ശക്തി നിങ്ങളുടെ മേൽ പകർന്നൊരു കാലം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ. ഇല്ലെങ്കിൽ പേടിക്കേണ്ട, നിരാശപ്പെടേണ്ട. ഇന്നത് ആദ്യത്തെ ദിവസമായി തീരട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന ആദ്യത്തെ സുദിനമായി മാറട്ടെ. ആദ്യത്തെ സുദിനം യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ആദ്യത്തെ സുദിനം ഇന്നായി തീരട്ടെ. നിങ്ങളുടെ കാര്യം മാത്രം ചെയ്താൽ മതി. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവ് നിങ്ങൾ പറയണം, കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ ഒരു അതിശയം ചെയ്യണമേ എന്ന്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് എന്നെ പുതുതാക്കി തീർക്കണമേ എന്ന്. ഒരു അല്പം പുളിപ്പ് മാവ് കുഴച്ച് അതിൽ അല്പം പുളിപ്പ് ചേർത്താൽ കുറെ കഴിയുമ്പോഴേക്കും ആ മാവ് മുഴുവനും പുളിപ്പുള്ളതായി തീരുന്നു. അതിങ്ങനെ നൊരയും പതയുമായി പൊന്തി വരുന്നു. നാം കണ്ടിട്ടുണ്ട്. നാം ഒരുപക്ഷേ ദോശ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുവാനോ ആ മാവ് കുഴച്ച് കുറേ ഒരു വലിയ പാത്രത്തിൽ നിറയെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലെ ഒരല്പം പുളിപ്പ് ചേർത്തിരുന്നു, അല്പം പുളിപ്പ്. ആ ഈസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഈസ്റ്റ്. ആ പുളിപ്പ് അതിൽ കടന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പയ്യപ്പയ്യങ്ങ് വ്യാപിച്ച് ആ സകലം പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. എല്ലാം പുളിച്ചു വരുന്നു. എല്ലാറ്റിലും ഈ ചലനമുണ്ടാകുന്നു. അകത്തൊരു ചലനം തുടങ്ങുന്നു, പുറമേ അതിൻ്റെ കോമളകൾ പുറത്തേക്ക് വരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ അനുഭവം കിട്ടിയുള്ള അനേകം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഹോദരങ്ങളെ, ഇപ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ ആ നല്ല അനുഭവങ്ങളെല്ലാം ഓർമ്മകളായിപ്പോയി. എല്ലാ ഓർമ്മകളായിപ്പോയി. ഇന്ന് ഇതൊന്നും നിൻ്റെ അനുഭവമല്ല. ഈ അനുഭവത്തിലേക്ക് വരാൻ ഇപ്പോൾ ഇതുവരെയും ചിന്തിച്ചിട്ട് പോലുമില്ല. വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയും ആ അനുഭവത്തിലേക്ക് എനിക്ക് വരണമെന്നുള്ളതായ ദാഹം ഉണ്ടായിട്ടില്ല. എനിക്ക് ആ പഴയകാല അനുഭവം വേണമല്ലോ, പരിശുദ്ധാത്മാവിനെ തൊടണമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വരണമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ എനിക്ക് ഓടി നടക്കണമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഈ തീജ്വാലയുള്ള ഈ തീപ്പന്തവും എന്തിക്കൊണ്ട് ലോകമെമ്പാടും എനിക്ക് ഓടണമല്ലോ എന്നുള്ള ചിന്ത ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മുളച്ചു വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇതൊരു സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കൂ. ആത്മാവിൻ്റെ ആ സ്വർഗീയമായ ആനന്ദം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആനന്ദം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എണീക്കണം തോന്നുകയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ജോലിക്ക് പോകാനുണ്ട്, ആ ജോലിക്ക് വേണ്ട സമയമായി വരുന്നു, പക്ഷേ എണീക്കാൻ തോന്നുന്നില്ല. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തരികയാണ്, കർത്താവിൻ്റെ സ്തുതി നിങ്ങൾക്ക് തരികയാണ്, ആത്മാവിൻ്റെ ലഹരി നിങ്ങൾക്ക് തരികയാണ്. അതിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തു കിടക്കാൻ തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ആത്മാവിൻ്റെ തീ നിങ്ങളിലൂടെ പകരും. അപ്പോൾ ഇനി ഈ വേദപുസ്തകം വായന നിർത്താമെന്ന് തോന്നുന്നില്ല, നിർത്താതെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ണിൽ നിന്ന് ദരിദ്ര കണ്ണുനീര് വന്ന് വേദപുസ്തകത്തിൻ്റെ താളുകൾ നനയും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വേണമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതിൻ്റെ ആരംഭം കുറിക്കുക. ഇന്ന് മടങ്ങിയവരതിൻ്റെ ആരംഭം കുറിക്കുക. റിമെമ്പർ ചെയ്യുക, റിപ്പൻറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. റിമെമ്പർ, ഓർക്കുക. നിങ്ങൾ റിപ്പൻറ്റ്, നിങ്ങൾ അനുദപിക്കുക, റിപ്പീറ്റ് ചെയ്യുക. എന്ത്? കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റത്തിനെക്കുറിച്ച് പറയുവാനുണ്ട്. വായിക്കാം. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നീ ചെയ്യുന്നില്ലെങ്കിൽ, ഏതിൽ നിന്നാണ് വീണിരിക്കുന്നതെന്ന് നീ ഓർക്കുന്നില്ലെങ്കിൽ,
നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി നീ ആവർത്തിക്കുന്നില്ലെങ്കിൽ, റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു തരാം. നിനക്ക് വലിയ ശിക്ഷാവിധി വരും. നിൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് കെട്ടുപോകും, എണ്ണ വറ്റിപ്പോകും, വിളക്ക് കെട്ടുപോകും. അല്ല, വിളക്കിൻ്റെ സ്ഥാനത്ത് നിന്ന്, അതിൻ്റെ ലാമ്പ് സ്റ്റാൻഡിൽ നിന്ന് ആ വിളക്ക് മാറ്റിക്കളയുകയും ചെയ്യും. കാര്യം ഗൗരവമാണ്. എന്തെല്ലാം നന്മകളാണ് പറയാനുള്ളത്. ഈ നന്മകളെല്ലാം ഉണ്ടെങ്കിൽ പോലും ആ സഭയിൽ അവിടെയുള്ളവർ വചനം കേട്ട് മനം തിരിഞ്ഞില്ലെങ്കിൽ, രക്ഷകനെ കണ്ടെത്തിയില്ലെങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിൻ്റെ നിലവിളക്ക് കെട്ടുപോകും. നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് പോലും മാറ്റപ്പെടും. പിന്നെ കത്തിക്കാൻ വിളക്കില്ല, പിന്നെ എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കാൻ വിളക്കില്ല, വിളക്ക് മാറ്റിക്കളയും. കാര്യം ഗൗരവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നല്ലോ. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചു. അങ്ങനെ ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവോത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട്, യേശുക്രിസ്തുവിന് ലോകത്തിൽ അപവാദം വരുത്തുന്നവരാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളതല്ല. അത് ദുസ്സാധമാണ്. അസാധ്യമെന്ന് പറയുന്നില്ല, ദുസ്സാധമാണ്, ഇമ്പോസിബിളാണ്. അത് സാധാരണ രീതിയിൽ സാധിക്കുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ പ്രാപിച്ചു, പിന്മാറിപ്പോയാൽ പിന്നെയും തിരികെ കൊണ്ടുവരാൻ എളുപ്പമല്ല. ദൈവത്തിന് സ്തോത്രം. വളരെ അപൂർവം പേർക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാസൗഭാഗ്യമാണത്, തിരികെ വരിക എന്നുള്ളത്. വിട്ടുപോയി ലഭിച്ച ആനന്ദം നഷ്ടപ്പെട്ടു പോയി, ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, തിരികെ വരിക എന്നുള്ളത് അത് തുലവും ചുരുക്കം പേർക്ക് മാത്രം കിട്ടുന്നൊരു മഹാ സൗഭാഗ്യമാണ്. അത് ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. മുള്ളും പറക്കാരെയും മുളപ്പിച്ചാലോ, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. എല്ലാം ന്യായവിധിയിൽ വെന്തുപോകും, എല്ലാം ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞത്. കാര്യം ഗൗരവം എന്ന് പറഞ്ഞത്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ കൊടിയ ശിക്ഷാവിധി നിങ്ങൾക്ക് വരും. നിങ്ങൾ വചനം കേട്ടവരാണ്. പ്രത്യേകിച്ചും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന അനേകം പേരും ധാരാളം വചനം കേട്ടവരാണ്. വചനം കേട്ട് വചനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചവരാണ്. വചനത്തിൻ്റെ സന്തോഷം അനുഭവിച്ചവരാണ്. വചനമൂലം ലഭിക്കുന്ന ചില സൗഭാഗ്യങ്ങൾ കിട്ടിയവരാണ്. പക്ഷേ നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങൾക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വരും. നിത്യമായ തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരെയും ഭയപ്പെടുത്താൻ പറയുന്ന വാക്കല്ല, സെൻറ്റ് പോൾ പറഞ്ഞ വാക്കുകളാണിത്. പരിശുദ്ധാത്മാവ് നൽകിയ വാക്യമാണിത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം അനുഭവിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വീര്യം അനുഭവിച്ചു. പക്ഷെ പിന്മാറിപ്പോകുന്നു. അതോടുകൂടി അവർ മുള്ളും ഞെരിഞ്ഞിൽ മുളപ്പിക്കുന്ന ഏറ്റവും കൊള്ളരുതാത്തൊരു നിലമായി മാറുന്നു. നല്ല ഫലം കായ്ക്കുന്നില്ല. ഇന്ന് മദ്യപാനം, അല്ലെങ്കിൽ വെറുക്കൂത്ത്, അതല്ലെങ്കിൽ കൊള്ളരുതാത്ത ബന്ധങ്ങൾ, ചീത്ത പ്രണയബന്ധങ്ങൾ എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് നശിക്കുന്നു. അവരാരും അറിയുന്നില്ല ഇത് അപകടമാണെന്ന്. എന്നാൽ ഒരിക്കൽ വിട്ടുകളഞ്ഞതായ പാവം പിന്നെയും എടുത്താൽ ഛർദിയിലേക്ക് തിരിയുന്ന നായെപ്പോലെ ആയിത്തീരും. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെപ്പോലെയാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കും, കർത്താവേ, എനിക്ക് നീ കത്തിച്ചെന്ന വിളക്ക് ഇത് കെട്ടുപോകാതെ ഞാൻ അപങ്കുരമായി സൂക്ഷിക്കും, കെട്ടുപോകാതെ ഞാൻ സൂക്ഷ്മതയോടെ ഞാൻ കാത്തു പരിപാലിക്കും. നീ എനിക്കൊരു വിളക്ക് കത്തിച്ചു തരണം. ഇന്ന് എൻ്റെ ഉള്ളിൽ നീ ഒരു വിളക്ക് ദീപം കൊളുത്തി തരണം. കർത്താവിന് സ്തോത്രം. ഇന്ന് എൻ്റെ അന്ധകാരം നിറഞ്ഞ ഹൃദയത്തിൽ നിൻ്റെ ഒരു ദിവ്യശോഭയുള്ള വിളക്ക് കത്തണം കർത്താവേ. യേശുനാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ദീപപ്രകാശമായി കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അന്ധകാരം നിറഞ്ഞ കൂരിട്ട് നിറഞ്ഞ എൻ്റെ ഹൃദയത്തിലേക്ക് നാഥ നീ എന്ന് എഴുന്നള്ളി വരണമേ. കൂരിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പാവം ചെയ്തു പോകുന്നത്. പിശാചിൻ്റെ കെണിയാണ് ഞാൻ പാവം ചെയ്തു പോകുന്നത്. പിശാചിന് ഇടം കൊടുത്തതുകൊണ്ടാണ് ഞാൻ പാവം ചെയ്തു പോകുന്നത്. നാഥ, എൻ്റെ ഹൃദയം അന്ധകാരം നിറഞ്ഞതാണ്. കൂരിരുളാണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് യേശുനാഥ നീ ഇപ്പോൾ കനിഞ്ഞെഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ സത്യപ്രകാശമായി നീ ശോഭിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയുമോ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ, കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുമോ? കർത്താവേ, എഴുന്നള്ളി വരണമേ. അന്ധകാരം നിറഞ്ഞ ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ നീ എഴുന്നള്ളി വരണമേ. അന്ധകാരം നിറഞ്ഞ ഈ പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. അന്ധകാരം നിറഞ്ഞ കൂരിട്ടാണ്ട എൻ്റെ ജീവിതത്തിലേക്ക് നാഥ നീ എഴുന്നള്ളി വരണമേ. നെടുവീർപ്പും സങ്കടവും ദുരിതവും ദുഃഖവുമായി വലയുന്ന ഈ പാവപ്പെട്ടൻ്റെ ഹൃദയത്തിലേക്ക്
യേശുവേ നീ എഴുന്നള്ളി വരണമേ. എന്നും വഴക്കും ബഹളവും കലഹവുമുള്ള വീട്ടിൽ പാർക്കുന്ന ഈ പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് യേശുവേ നീ എഴുന്നള്ളി വരണമേ. യേശുവേ നീ കടന്നു പോകല്ലേ, നീ പോകുന്നതിന് മുൻപ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമേ. യേശുവേ നീ കടന്നു പോകല്ലേ, എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ. രോഗഗ്രസ്തമായ എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ തീ വായിച്ചു തരണമേ. എൻ്റെ ശരീരം രോഗഗ്രസ്തമാണ്, രോഗം പിടിപ്പെട്ട ശരീരമാണ്. ഈ ശരീരത്തിലേക്ക് യേശുവേ നീ എഴുന്നള്ളി വരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിസ്സാരരായ ഞങ്ങളുടെ മേൽ പകർന്ന കൃപയ്ക്കായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു. വിശ്വസിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരി നീ ആവസിക്കുന്നതിനാൽ അതിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യരാക്കി തീർക്കണമേ, ജയാളികളായി മാറ്റണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.